ഇന്ന് ഒരു പുതിയ ഹിജ്റ വർഷത്തിൻ്റെ ആരംഭം. മുഹറം മാസത്തിലാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ വർഷത്തെ സംബന്ധിച്ചും മാസങ്ങളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സൂക്തമാണ് സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ളത് 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര മാസങ്ങളാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അന്ന് നിങ്ങൾ പരസ്പരം നിങ്ങൾ അതിക്രമമൊന്നും ചെയ്യരുത്. എന്നാൽ ഇങ്ങോട്ട് അതിക്രമം ചെയ്യപ്പെടുന്ന ഘട്ടമുണ്ടായാൽ ഖാത്തിലുൽ മുശ്രിക്കീന കാഫ കമാ യുഖാത്തിലൂനകും കാഫ, നിങ്ങളെ ഇങ്ങോട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും യുദ്ധം ചെയ്യാം. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു എപ്പോഴും സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ഇതിൽ മാസങ്ങൾ 12 അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 12 മാസം എന്നർത്ഥം. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചത് തീർച്ചയായും ഈ മാസം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രമാസങ്ങളാണ്. വാസ്തവത്തിൽ ഈ ചന്ദ്രമാസങ്ങളാണ് കൃത്യമായൊരു മാസം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷിൽ മന്ത് എന്നാണല്ലോ ഒരു മാസത്തിന് പറയാം. അത് യഥാർത്ഥത്തിൽ മൂൺ എന്നുള്ളതിൽ നിന്നുണ്ടായതാണ്. ചന്ദ്രൻ എന്നുള്ളതിൽ നിന്നാണ് ഈ മാസം എന്നുള്ള പദം തന്നെ രൂപപ്പെടുന്നത്. അത് ഇംഗ്ലീഷ് ഭാഷയിലായാലും മറ്റ് ഭാഷയിൽ നിന്ന് കടന്നു വന്നതാണെങ്കിലൊക്കെ മാസം എന്നുള്ളതിനെ അതിനെ ചന്ദ്രനുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അതിനെ പറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഈ ചന്ദ്രമാസം എന്ന് പറയുന്നത് ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാനെടുക്കുന്ന സമയമാണ്, ദിവസങ്ങളാണ്. അത് ശരിയായ കണക്ക് പ്രകാരം 29 അല്ല, 29.5 ദിവസമാണ് ഒരു പ്രാവശ്യം ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുക. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത്, അതിനെ ഒരു മാസം എന്ന് പറയുന്നത് 29.5 ദിവസമാണ് ചന്ദ്രമാസം എന്ന് പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാസം നിങ്ങൾ കണക്കാക്കേണ്ടത് ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30, അല്ലാതെ 29.5 എന്ന് പറയുന്ന ആ കൃത്യമായ രീതിയിലല്ല. കാരണം അതാണ് പ്രായോഗികമായി മനുഷ്യന് മാസം കണക്കാക്കണമെങ്കിൽ അതിന് ഈ 29.5 പോയിന്റ് 3/4 അരക്കാല് എന്നൊക്കെ പറയുന്നത് അതുപോലെ കണക്കാക്കാൻ പ്രയാസമാണ്. അപ്പോൾ കാഴ്ചയിൽ ദൃശ്യമാകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന 29 അല്ലെങ്കിൽ 30, ചില മാസം 29, ചില മാസം 30. അപ്പോൾ 29 കുറയാനും പറ്റില്ല, 30 കൂടാനും പറ്റില്ല. അങ്ങനെയാണ് ഈ ചന്ദ്രമാസം എന്ന് പറയുന്നത്. അതിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് 12 മാസമാകുമ്പോൾ അതൊരു കൊല്ലമായി കണക്കാക്കും. അഥവാ 12 മാസം കഴിഞ്ഞാൽ വീണ്ടും ആദ്യത്തെ മാസം കടന്നു വരുന്ന രീതിയിലാണ് നിശ്ചയിക്കപ്പെട്ടുള്ളത്. പൗരാണികമായി തന്നെ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നിശ്ചയിച്ചൊരു സംഗതിയൊന്നുമല്ല. അതുപോലെ തന്നെ ആഴ്ച, ഒരു 7 ദിവസം എന്നുള്ളത് അത് നബിയുടെ കാലം മുതലേ അങ്ങനെ തന്നെയാണ്. ഒരാഴ്ച എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്ന് പറഞ്ഞാൽ വീണ്ടും ഞായർ വരുവാണല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, സാലിസ്, അങ്ങനെ ദിവസം എണ്ണുകയാണ്. അങ്ങനെ 7ാമത്തെ ദിവസം സബത്ത് എന്ന് പറയുന്നത് കൂടി പിന്നെ വീണ്ടും ഒന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ആഴ്ചകൾ എന്ന് പറയുന്നതും ആ കാലം മുതലേ ഉള്ള ഒരു പ്രതിഭാസമാണ്. എന്ന് വെച്ചാൽ പണ്ട് മുതലേ അങ്ങനെയുള്ള. പക്ഷെ ഈ ആഴ്ചകൾ എന്ന് പറയുന്നത് എവിടുന്ന് എങ്ങനെ രൂപപ്പെട്ടുണ്ടായി എന്നുള്ളതിന് കൃത്യമായ ഒരു ധാരണയൊന്നും അതിനെ സംബന്ധിച്ചില്ല. അത് പണ്ട് മുതലേ അങ്ങനെ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രത്യേകമായ വേറെന്തെങ്കിലും ഒരു നിയമമല്ല. ഇപ്പം ദിവസം എന്ന് പറയുമ്പോൾ അതിനൊരു നിയമമുണ്ടല്ലോ. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം
കറങ്ങുന്നതിനാണ് നമ്മളൊരു ദിവസം എന്ന് നമ്മൾ സാധാരണ രീതി പറയാം. അതുപോലെ മാസം എന്ന് പറയുമ്പോൾ അതിനൊരു രൂപമുണ്ട്. പക്ഷേ ഈ ആഴ്ച എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് പ്രത്യേകമായി അങ്ങനെ ഒരു വിശദീകരണം ഒന്നും ആ വിഷയത്തിൽ യഥാർത്ഥത്തിലില്ല. അപ്പം അങ്ങനത്തെ സംഗതികളാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് 12 മാസം. 12 എന്നുള്ളത് പൊതുവിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഓരോ സമൂഹത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇടയിൽ നമ്മൾ ആചരിച്ചു വരുന്ന മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബർ വരെ ഉള്ള നമ്മുടെ മാസം, അത് പണ്ടത് എണ്ണാറുണ്ടായിരുന്നത് 10 മാസമേ ഉള്ളുമായിരുന്നു. മാർച്ച് മുതലാണ് പണ്ട് എണ്ണാറുണ്ടായിരുന്നത്, മാർച്ച് മുതൽ. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിന്, സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ അർത്ഥം 7 എന്നാണ്. അത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നൊരു പദമാണ്. സെപ്റ്റം എന്ന് പറഞ്ഞാൽ 7ആണ്, ഒക്ടോ എന്ന് പറഞ്ഞാൽ 8ആണ്, നവം എന്ന് പറഞ്ഞാൽ അത് 9ആണ്, ഡിസിം എന്ന് പറഞ്ഞാൽ 10ആണ്. 10 മാസേ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. മാർച്ച് മുതൽ ഡിസംബർ വരെ അങ്ങനെ എണ്ണം. പിന്നെ ജൂലിയസിന്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ അവർ കൂടുതൽ മേൽക്കോയ്മയൊക്കെ വന്ന സന്ദർഭത്തിൽ 2 മാസത്തെ അതിൻ്റെ മുമ്പിൽ അവർ ചേർത്തു. അങ്ങനെയാണ് ജനുവരിയും ഫെബ്രുവരിയും വന്നിട്ടുള്ളത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും സെപ്റ്റംബർ എന്ന് പറഞ്ഞത് നമ്മളെ കണക്കിലത് 9ാമത്തെ മാസമാണെങ്കിലും ആ വാക്കിൻ്റെ അർത്ഥം 7 എന്നാണ്. ഒക്ടോബർ എന്ന് പറഞ്ഞാൽ 8 എന്നാണ്, നവംബർ എന്ന് പറഞ്ഞാൽ 9 എന്നാണ്, ഡിസംബർ എന്ന് പറഞ്ഞാൽ 10 എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുമ്പുള്ളതൊക്കെ ചില ദൈവങ്ങളുടെയും അവരുടെ പൗരാണിക ഗ്രീക്ക് ദേവന്മാരുടെയൊക്കെ പേരുകളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രാജാക്കന്മാരുടെ പേരാണ്. അഗസ്ത്യസ് രാജാക്കന്മാരും അങ്ങനെ ഓരോ രാജാക്കന്മാരുടെ പേര്. അതൊക്കെ മനുഷ്യൻ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. അതായത് സൂര്യനെ ഭൂമി ഒരു പ്രാവശ്യം ചുറ്റാനെടുക്കുന്ന സമയം 365 ദിവസം എന്നാണല്ലോ. ആ 365നെ അവർ 12 ഭാഗമാക്കി നമുക്ക് തിരിച്ചു. ഓരോ ഭാഗത്തിനും ഓരോ പേരങ്ങോട്ടിട്ടു എന്നതല്ലാതെ അതിന് ശാസ്ത്രീയമായ വേറെ അടിത്തറയൊന്നുമില്ല. ശാസ്ത്രീയമായ പ്രകൃതിദത്തമായ അടിത്തറ എന്ന് പറയുന്നത് അത് ഈ ചന്ദ്രവർഷത്തിനും ചന്ദ്രമാസത്തിനുമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12, 12 മാസങ്ങളുടെ എണ്ണം. അത് ഷഹ്റൻ ഫി കിതാബില്ലാഹി, അള്ളാഹ് നിശ്ചയിച്ചത് അങ്ങനെയാണ്. എന്ന് മുതൽ യൗമ ഹലക സമാവാത്തി വൽ അർദ്, ഈ ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്ന പ്രപഞ്ച സൃഷ്ടിന്റെ സന്ദർഭത്തിലേ അങ്ങനെയാണ്. ആ രീതിയിലാണ് ഭൂമി, ചന്ദ്രൻ ഇവയൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ ഹിജ്റ വർഷം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അത് ഉമർ ഖത്താബിന്റെ കാലം മുതൽ ഉണ്ടാകാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മക്കയിൽ 12 വർഷം ജീവിച്ചു. പിന്നെ അവിടെ ജീവിക്കാൻ സാധിക്കാത്തൊരു ഘട്ടം വന്നു. അപ്പോൾ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഹിജ്റ എന്ന് പറഞ്ഞാൽ പലായനം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മദീനയിലേക്ക് പലായനം ചെയ്ത അത് വളരെ നിർണായകമായ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ വർഷം കണക്കാക്കുന്നത് അത് ഹിജ്റയുടെ അടിസ്ഥാനത്തിലാകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ്, അബൂബക്കർ സിദ്ദീഖിന്റെയും കാലം കഴിഞ്ഞ്, ഉമർ ഖത്താബിന്റെ കാലത്ത് സഹാബിമാരും ഉമർ ഖത്താബും ഒക്കെ കൂടിയാലോചിച്ച് തീരുമാനിച്ചതാണ് ഈ ഹിജ്റ മുതൽ നമുക്ക് തുടങ്ങാം. അതൊരു ചർച്ചക്ക് ഇടുകയുണ്ടായി ഉമർ ഖത്താബ്. ചില ആളുകൾ അഭിപ്രായം പറഞ്ഞു നബി മരിച്ച ദിവസം മുതൽ ആയിക്കോട്ടെ നമ്മളെ വർഷം തുടങ്ങണേ. ചിലർ പറഞ്ഞു നബി ജനിച്ച ദിവസം മുതൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ഈ അഭിപ്രായം പറഞ്ഞത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നബിയുടെ ഹിജ്റയാണല്ലോ വളരെ നിർണായകമായ ഒരു സംഭവം. അതുകൊണ്ട് ഹിജ്റ മുതൽ ആകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് അത് മുഹറം മാസത്തിലല്ല, അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. അപ്പോൾ ദിവസം ഹിജ്റ മുതൽ തുടങ്ങുമ്പോൾ റബീഉൽ അവ്വൽ മുതൽ തുടങ്ങുകയാണോ വേണ്ടത്? ആ വിഷയം അവർ തീരുമാനിച്ചു. അത് വേണ്ട, അത് പണ്ട് മുതലേ അറബികൾ സ്വീകരിച്ചു വരുന്ന രീതി ഹജ്ജ് മാസം അവസാനത്തെ മാസവും പിന്നെ പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്. അങ്ങനെ മുഹറം പണ്ട് മുതലേ തീരുമാനിക്കുന്നതാണ്. അതങ്ങനെ തന്നെ ആകട്ടെ എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മളുടെ ഈ ഹിജ്റ വർഷം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പം അതിനൊക്കെ ഇങ്ങനെ ചില ചരിത്രപരമായ വശങ്ങൾ ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഈ ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ ഈ മാസങ്ങൾക്കോ അള്ളാഹുവും റസൂലും പറഞ്ഞതല്ലാത്ത വേറൊരു പ്രത്യേകത ഇതിനൊന്നുമില്ല. അതിൽ മുഹറം മാസത്തിന് പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞത് മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 4 അത് പവിത്രമായ മാസങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി റസൂലുള്ള വിശദീകരിച്ച് പറഞ്ഞു, സലാസുൻ മുതവാലിയാത്ത് 3 തുടർച്ചയായി വരുന്ന മാസമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, വൽ മുഹറം അത് തുടർച്ചയായിട്ട് വരുന്നതാണ്. അത് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഹജ്ജിന് പോകുന്നതിനോ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്നതിനോ യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. കാരണം പണ്ടത്തെ രീതി എന്താന്ന് വെച്ചാൽ ഗോത്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളും കലഹങ്ങളും താൻപോരിമയും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് വരുന്ന ആൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന നിശ്ചയം കൊണ്ടാകാം അല്ലാഹു അഅലം ഈ 3 മാസം യാതൊരു യുദ്ധം പാടില്ല, യാതൊരു അക്രമവും തുടങ്ങാൻ പാടില്ല. പക്ഷെ അറബികളെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയില്ല, അത്ര പ്രയാസമാണ്. അപ്പോൾ 3 മാസമൊക്കെ എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ചില ഗോത്രങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ഈ മുഹറം മാസം അത് നമുക്ക് അടുത്ത മാസം മുഹറമൊക്കെ കൂട്ടുക, ഈ മാസം നമ്മളതാണ് ഒഴിവാക്കുക. അങ്ങനെ പിന്നെ മുഹറം സഫർ മാസമായിക്കോട്ടെ നമ്മൾ പവിത്ര മാസമായിട്ട് കണക്കൂട്ടുക, മുഹറം മാസത്തിൻ്റെ പവിത്രത നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന് ചില ഗോത്രങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകാറുണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരിക്കലും പാടില്ല. ഇന്നമൻ നസീഉ സിയാദത്തുൻ ബിൽ കുഫർ. ഇന്ന് റസൂൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അതിന് ശേഷം എന്താ പറഞ്ഞത്? ഇന്നമൻ നസീഉ സിയാദത്തുൻ ബിൽ കുഫർ. ഈ ഇങ്ങനെ ദിവസങ്ങളെ അങ്ങോട്ടും മാസത്തെ വേണ്ടാന്ന് വിചാരിച്ച് സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ട് മാറ്റുക എന്ന് പറയുന്നത് ദൈവനിഷേധത്തിൽ കുഫറിൽ ഒരു വർധനവിൻ്റെ ഭാഗമാണ് എന്ന് വരെ അവസാനം ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അത് പാടില്ല. അപ്പോൾ ഈ മുഹറം മാസം, പിന്നെ റജബ് മാസമാണ്, പിന്നെ 4മത്തെ ഒരു മാസമുള്ളത്. അപ്പോൾ ഈ മുഹറം മാസത്തിലുള്ള പ്രത്യേകത അത് തന്നെയാണ്. ഈ പറഞ്ഞ പവിത്രമായ മാസമാണ്, യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത, നമുക്കൊരു സന്തോഷമുള്ളൊരു സംഗതി. പണ്ടൊന്നും ഏത് മാസം യുദ്ധം കാര്യമൊക്കെ ആണെങ്കിലും ഇറാൻ അതുപോലെ അമേരിക്ക യുദ്ധം നിർത്താൻ ഏതായാലും ഒരു ധാരണയിലൊക്കെ എത്തിയിരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്, ഈ പവിത്ര മാസങ്ങളിലാണ് എന്നുള്ളതൊരു സന്തോഷമുണ്ട്. തുടങ്ങിയതും പവിത്ര മാസത്തിലാണ്. അവരെ സംബന്ധിച്ച് ഇതൊന്നും അത്ര ഒരു പ്രശ്നമുള്ള സംഗതിയല്ലല്ലോ. അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഈ മാസങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കണം എന്നുള്ളതൊന്നും അവരുടെ അജണ്ടയിൽപ്പെട്ട സംഗതിയല്ല. എന്നിരുന്നാലും യാദൃച്ഛികമായിട്ടാണെങ്കിലും ശരി യുദ്ധമൊക്കെ നിർത്തണം എന്നുള്ള തീരുമാനിച്ചിട്ടുള്ളത് ഈ മുഹറം മാസത്തിലൊക്കെ അതിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതാണ് മുഹറത്തെ പറ്റി ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. മറ്റൊന്ന്, ഈ മുഹറം മാസം എന്ന് പറയുന്നത് വിശുദ്ധ പ്രവാചകൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് അത് വളരെ പവിത്രമായൊരു മാസമാണ് ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞു റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യപ്പെട്ട മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫ്ളലു സ്വലാത്തി ബഅദൽ മക്തൂബ അസ്സലാത്തു ഫി ജൗഫിൽ. നമ്മുടെ നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് പറയുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നടത്തുന്ന തഹജ്ജുദ് നമസ്കാരമാണ്, അല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യനാമങ്ങളിൽ നടത്തുന്ന രാത്രി നമസ്കാരമാണ്. അതാണ് ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യപ്പെട്ട നമസ്കാരം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അത് നമ്മളൊരു ശീലമാക്കി വളർത്തണം. റമദാൻ മാസത്തിലൊക്കെ കുറേ നമ്മൾ ശീലിച്ചതാണ്. രാത്രിയിലെ അവസാന സമയത്തിൻ്റെ സുബഹിൻ്റെ മുമ്പൊന്ന് എഴുന്നേറ്റ് ഈ 1, 3, 5, 7, 11 റക്അത്ത് വരെ നമ്മൾക്ക് സാധിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. പതിവാക്കാൻ കഴിയുന്ന റക്അത്തുകൾ നിസ്കരിക്കാൻ എപ്പോഴും നല്ലത്. ഒരു ദിവസം 11, പിറ്റേന്ന് 1, പിന്നെ 3 അങ്ങനെ ആകുന്നതിന് പകരം പതിവായി നിർവഹിക്കാൻ പറ്റുന്ന എത്രയാണോ അത് ഒരു ശീലമാക്കി എല്ലാ രാത്രിയിലും സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 3 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 5 അതിനു സാധിക്കുന്ന അത്ര നിസ്കരിക്കുന്നത് ഒരു ശീലമാക്കണം. അത് ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യപ്പെട്ട നിസ്കാരമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അഫ്ളലു സിയാമി ബഅദ റമദാൻ. റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെടുക്കാൻ പറ്റിയ മാസം ഈ മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം മാസത്തിലെ 10 അശൂറ നോമ്പ് എന്നാണ് അതിന് പറയാം. മുഹറം മാസം 10 ഒരു നോമ്പ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത്
അന്ന് മുതലേ തുടർന്നൊരു നോമ്പായിരുന്നു. മാത്രമല്ല ആ നോമ്പ് എന്ന് പറയുന്നത് റമദാൻ പോലെ ഫർദായൊരു നോമ്പായിരുന്നു ആദ്യകാലത്ത്. പിന്നെ റമദാൻ ഫർദായി വന്നപ്പോൾ അതൊരു സുന്നത്തായി മാറി എന്ന് മാത്രം. അതുകൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠത ആ രീതിയിൽ പിന്നെ പ്രസിദ്ധമായ അങ്ങനത്തെ ഒരു മാസമാണ് ഈ പറഞ്ഞ മുഹറം മാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ എൻ്റെ നന്മ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ മാസത്തെ പറ്റി പറഞ്ഞത് ഷഹ്റുല്ലാഹി മുഹറം, ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസം എന്നാണ് ഈ മാസത്തിനെ പറ്റി പറയുന്നത്. അള്ളാഹുവിൻ്റെ മാസം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ്. അപ്പം അത്രയും പവിത്രമായൊരു മാസമാണ്. പക്ഷെ നമ്മുടെ ആളുകളുടെ ധാരണ അതാണ് വലിയ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അതാണ് ഇത്ര നല്ലൊരു മാസം, എല്ലാറ്റിനും പറ്റിയ നല്ല ഒരു മാസമായി അള്ളാന്റെ മാസം എന്നൊക്കെ പടച്ചോൻ റസൂലുള്ള വിശേഷിപ്പിച്ച് ഈ മാസത്തെ പറ്റി നമ്മളെ ധാരണ ഈ മാസം എന്ന് പറഞ്ഞത് ഒരു ദുശകുലത്തിൻ്റെ മാസമാണ്. പ്രത്യേകിച്ചും അതിലെ മുഹറം 1 മുതൽ 10 വരെ ദുശകുലമാണ്. നയസ് എന്നാണ് അതിന് പറയാം. നയസിൻ്റെ മാസമാണ്, ഒന്നും ഗുണം പിടിക്കൂല. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് നമുക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അവരുടെ ഒരു പരിപാടിയും ഈ മുഹറം 10 കഴിയണവരെ അവർ തുടങ്ങൂല. ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് പറയും. കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന്. അത് മുഹറം 10നോടുള്ള ആദരവ് കൊണ്ടല്ല, അതിൻ്റെ ആദരവ് കൊണ്ടല്ല, മറിച്ച് മുഹറം 10ൻ്റെ ഇടക്ക് നമ്മൾ ഇങ്ങനെ കച്ചവടം തുടങ്ങിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാട് തുടങ്ങിയാലോ കല്യാണം നടത്തിയാലോ അതൊക്കെ നാശം പിടിച്ചു പോകും, അതൊന്നും ഫലപ്പെടൂല. കാരണം ഇതൊരു ശകുനല്ല, ദുശകുനത്തിൻ്റെ ഭാഗ്യമില്ലാത്തൊരു ദിവസങ്ങളാണ് എന്ന ഒരു ധാരണ മുസ്ലിം സമൂഹത്തിൽ ഷിയാക്കൾ ഉണ്ടാക്കി തീർത്തതാണ്. അതാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷിയാക്കളാണ് ഇതിൻ്റെ ആൾ. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. ആ കാലത്തെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഹുസൈൻ റളിയല്ലാഹു കർബലയിൽ കൊല്ലപ്പെട്ടു. അത് മുഹറം 10നായിരുന്നു. അപ്പം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം നടന്നത് അത് മുഹറം 10 ആയതുകൊണ്ട് മുഹറം 10 വരെ എന്തുകൊണ്ടും ഒന്നിനും പറ്റിയ ദിവസമല്ലാന്ന് അവർ തീരുമാനിച്ചതാണ്, അവർ നിശ്ചയിച്ചതാണ്. ആ നിശ്ചയം അങ്ങനെ കാലങ്ങളായി നമ്മളുടെ സൊസൈറ്റിയും അതങ്ങനെ ഏറ്റെടുത്തങ്ങനെ പോയതാണ്. നമ്മുടെ സൊസൈറ്റിക്ക് വന്ന ഒരുപാട് ആചാരങ്ങൾ ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതാണ്. ഈ ഖബറിനെ വന്ദിക്കലും പൂജിക്കലും ഖബർ കെട്ടിപ്പൊക്കലും അങ്ങനത്തെ കുറേ ജാറങ്ങളും ഇതൊക്കെ ഷിയാക്കളിൽ നിന്ന് വന്നതാണ്. ഇതൊക്കെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പുണ്യപ്പെട്ട സംഗതികളാണ്. അവരതിന് അങ്ങനെ കാണുന്നത്. കാരണം വീരാരാധന ആണ് ഷിയാക്കളുടെ ഒരു വലിയ മുഖമുദ്ര. വീരാരാധന എന്ന് പറഞ്ഞാൽ വ്യക്തികളെ വല്ലാതെ പുകഴ്ത്തുകയും വ്യക്തികൾക്ക് വലിയ സ്ഥാനവും കൽപ്പിക്കുക. നബി കുടുംബത്തിൽപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ന് ഇറാനൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന ഷിയാക്കൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട 12 പേര്, ആ 12 പേർക്ക് മാത്രമേ ലോകാവസാനം വരെ ഈ ലോകത്തെ നയിക്കാൻ അവകാശമുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ 12 പേര് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരെക്കാൾ അതുപോലെ തന്നെ മലക്കുകളെക്കാൾ പവിത്രമായവരാണ്. അവർ അർശിൻ്റെ ചുവട്ടിൽ ആയിരുന്നു അവരുടെ അവർ ജനിക്കുന്നത്, അവിടെയായിരുന്നു, അവിടെ ഒരു പ്രകാശമായിരുന്നു. ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങൾ അവരുടെ ഇടയിലുണ്ട്. അതിൽ നിന്ന് നമ്മളിലേക്ക് ഒരുപാട് ചോർന്ന് വീണിട്ടുണ്ട്. ചോർന്ന് വീണ് അങ്ങനെ ഒരുപാട് നമ്മളുടെ സമൂഹത്തിലും അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ പെട്ടതാണ് ഈ മുഹറം മാസത്തെ പറ്റി ഇങ്ങനെ മനസ്സിലാക്കുക. എന്നാൽ ഇസ്ലാമിൻ്റെ അവസ്ഥ നമ്മൾ ആലോചിച്ചു. ഇത്തരം സകല അന്ധവിശ്വാസങ്ങളെയും പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഈ മുഹറം സന്ദർഭത്തിൽ എല്ലാ വർഷവും ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് ലാ അദ്വ വലാ തിയറത വലാ ഹാമത വലാ സഫറ വലാ ഊല വലാ നൗ. ഇനി നമ്മുടെ ഇടയിലുള്ള ഒരന്ധവിശ്വാസം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിൽക്കൂല, നിലനിൽപ്പില്ല. കാരണം ഇതിൽ വളരെ വ്യക്തമായി റസൂലുള്ളാഹി പറഞ്ഞു, രോഗം അത്
ഇങ്ങനെ ഒഴിഞ്ഞു നൽകുക എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ഒക്കെ ചില അന്ധവിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുന്നതാണ്. ഒരാളുടെ രോഗം മറ്റൊരാൾക്ക് ഇങ്ങോട്ട് പകർത്തി കൊടുക്കാൻ കഴിയുന്നു, അതൊന്നുമില്ല. രോഗം പകരാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണം ഉണ്ടായാൽ രോഗം പകരും. ആ കാരണങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പകർച്ചവ്യാധികൾ അങ്ങനെ ഉണ്ട്. അതല്ലാതെ എനിക്കൊരു രോഗം മറ്റവനെ പിടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു അന്ധവിശ്വാസം നബിന്റെ കാലത്ത് ആളുകൾക്കുണ്ടായിരുന്നു. അതുപോലെ തീയറത്തം, ലക്ഷണം നോക്കുക. നമ്മുടെ ഇടയിൽ ധാരാളം സംഗതിയാണ്. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ജനങ്ങളുടെ ഈ ഫുട്ബോളർമാർ, വലിയ താരങ്ങൾ, വേൾഡ് കപ്പിൻ്റെ ഒക്കെ വലിയ വലിയ താരങ്ങളുടെ അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അത്ഭുതം തോന്നും. അതിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. അവർ ഏതെങ്കിലും ഒരു ഗോളടിക്കുമ്പോൾ അവരിട്ടിരുന്ന ബൂട്ട്, ആ ബൂട്ട് കൊണ്ടേ പിന്നെ ആ ബൂട്ടിട്ടേ പിന്നെ ഒരു കളിക്കുള്ളൂ, അല്ലെങ്കിൽ ആ ജെയ്സി ഇട്ടേ പിന്നെ ഒരു കളിക്കുള്ളൂ. കാരണം അതുകൊണ്ടാണ് ആ ജെയ്സി, ആ ബൂട്ട്. ചില ആൾക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഒരുപാട് ഈ അന്ധവിശ്വാസങ്ങളിൽ വളരെയധികം മുഴുകിയിരിക്കുന്നവരാണ്. ഇത്തരം വലിയ വലിയ താരങ്ങളൊക്കെ അങ്ങനെയാണ്. അതുപോലെ രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയാണ്, മന്ത്രിമാരും അങ്ങനെ തന്നെയാണ്. ചില നമ്പർ ചില ആൾക്കാർ എടുക്കൂല. ഇപ്പം ഈ പ്രാവശ്യം നമ്മളുടെ ഒരു മന്ത്രി ഒരു നമ്പറിലുള്ള ഒരു കാറ് അയാൾ എടുത്തപ്പോൾ അതിനെപ്പറ്റി പത്രത്തിലുണ്ടായിരുന്നു, ഇതുവരെ ആരും എടുക്കാത്തൊരു നമ്പർ ആ മന്ത്രി എടുത്തുക്കണ്. അങ്ങനെ അതുമേ വല്ലതും വരികയാണെങ്കിൽ അത് എനിക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ മന്ത്രി ആ നമ്പർ എടുത്തത്. അല്ല, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുമ്പ് ആരും ഈ നമ്പർ ഉണ്ടാകാനില്ല. ഇവിടെ അന്ധവിശ്വാസത്തിനെതിരിൽ തന്നെ ഒരുപാട് നിൽക്കുന്ന സമൂഹങ്ങളിൽ പോലും ഈ നമ്പറിനോടുള്ള ചില ഹോട്ടലുകളിൽ നിങ്ങൾ പോയി നോക്കിയാൽ റൂമിൽ നിന്ന് നമ്പർ ഇട്ട് പോണേൽ ചില നമ്പർ അവിടെ ഉണ്ടാവില്ല. 13 അങ്ങനെ അതുപോലത്തെ നമ്പർ അത് ഉണ്ടാവില്ല. 12 കഴിഞ്ഞാൽ പിന്നെ 14 ഉണ്ടാവും. കാരണം ആ നമ്പറിനെ പറ്റിയുള്ള അന്ധവിശ്വാസം. ഇങ്ങനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയക്കാരിലും നേതാക്കളിലും താരങ്ങളിലും, സിനിമാ താരങ്ങളുടെയൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊന്നും കയ്യും കണക്കും അതിലില്ല. അവർക്കുണ്ടാകുന്ന ഈ പോപ്പുലാരിറ്റിയും ഒക്കെ ഇത്തരം കുറേ കാര്യങ്ങളുമായി ബന്ധിച്ച് നിൽക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ അന്ധവിശ്വാസം, അതാണ് പോലെ തിയറത്ത്. തിയറത്ത് എന്നാൽ പക്ഷി ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ നോക്കുക, പക്ഷികളുടെ പറപ്പിക്കും. അത് വലത് ഭാഗത്തേക്കാണ് പോയാൽ എല്ലാ സംഗതി ശുഭമാകും. ഇടത് ഭാഗത്തേക്കാണോ ഒന്നും ഗുണം പിടിക്കൂല, നേരെ ഒരു കരിക്കാണ് പോകും. നമ്മളെ ഇടയിലുണ്ട് അങ്ങനെ. നടന്നു പോകുമ്പോൾ, വണ്ടി എടുത്താണ് പോകുമ്പോൾ ഒരു പൂച്ച, കറുത്ത പൂച്ച അത് ക്രോസ് ചെയ്താൽ ആ പൂച്ച അതിൻ്റെ സൗകര്യത്തിന് അതൊന്നും അങ്ങോട്ട് ഓടിയതായിരിക്കും. ക്രോസ് ചെയ്താൽ പിന്നെ അങ്ങോട്ട് പോകില്ല, പിന്നെ അവൻ മടങ്ങും. ഇന്നിപ്പോൾ എന്തായാലും ശരിയാവില്ല. കണി കാണുക, ഇന്ന ആളെ കണി കണ്ടാൽ കഴിഞ്ഞു, ഇന്നത്തെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ. അതിപ്പോൾ ഓരോരുത്തരുടെ മേഖലയിലുള്ളത് നമുക്ക് നോക്കിയാലും ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തിനും ഒരു സ്ഥാനമില്ലാത്ത മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. വല സഫറ അതിൻ്റെ കാലത്തുണ്ടായിരുന്ന സഫർ മാസം എന്ന് പറഞ്ഞാൽ സഫർ മാസത്തെ പറ്റിയുള്ള വിശ്വാസം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായിരുന്ന ഈ സ്ത്രീകൾക്കുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമാണ് ചൊവ്വാൽ മാസത്തിൽ കല്യാണം നടന്നാൽ അത് ഗുണം പിടിക്കൂല. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ചൊവ്വാലിന് കല്യാണം നടന്നാൽ ഗുണം പിടിക്കൂലെന്ന്. എന്ത് വിശ്വാസമാണിത്? എൻ്റെ കല്യാണം ചൊവ്വാൽ മാസത്തിലാണ് നടന്നത്. ഞാനും നബിയും വീട് കൂടിയത്, ഞങ്ങൾ പുതുക്കം പോയത് അത് ചൊവ്വാൽ മാസത്തിലാണ്. എന്നെക്കാൾ ഭാഗ്യവതിയായ ഏത് പെണ്ണാ ദുനിയാവിൽ വേറെ ഉള്ളത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. അങ്ങനെ ആളുകൾ വിശ്വസിക്കാണ് ഇന്ന സമയത്ത് കല്യാണം നടന്നാൽ അത് ഗുണം പിടിക്കൂലെന്ന് വിശ്വസിക്കാൻ. അങ്ങനെയൊന്നുമില്ല. ഏത് സമയം ഒരുപോലെ, യാതൊരു പ്രത്യേകതയും അതിലൊന്നും ആ അർത്ഥത്തിലില്ല. നമുക്കൊരു ദോഷം കൊണ്ടുവരാൻ ഈ ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു ദോഷമുണ്ട് എന്ന് പറയാം. അങ്ങനെ ചൊവ്വാദോഷം, ചൊവ്വാഴ്ച എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ചൊവ്വാഴ്ച ബുക്ക് ചെയ്യാണ് നമുക്ക് നല്ലത്. അന്ധവിശ്വാസികളല്ലാത്തവർക്ക് എന്നാൽ എന്താവും, അന്ന് ടിക്കറ്റൊക്കെ കിട്ടും. കാരണം അന്ധവിശ്വാസികൾ ധാരാളമുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അവർ ചൊവ്വാഴ്ച യാത്രയൊന്നും പോവില്ല. അപ്പോൾ ടിക്കറ്റിനൊക്കെ ചെറിയ സൗകര്യമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ ഹൂല എന്നാൽ പൊട്ടിച്ചൂട്ട് എന്ന് നമ്മൾ സാധനം പറയും. കോത്താമ്പി എന്നൊക്കെ നമ്മൾ പറയും. പ്രേതം എന്നൊക്കെ പറയും. ഇതൊക്കെ വലിയ അന്ധവിശ്വാസമല്ലേ? പ്രേതം മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ആത്മാവ് തീരെ ഇങ്ങനെ
മോചനം കിട്ടാതെ ഇങ്ങനെ നടന്നു പോകുന്നതാണ് ഹൈന്ദവരുടെ പല ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തൂങ്ങിമരം നടന്നാൽ അല്ലെങ്കിൽ അനിഷ്ടകരമായൊരു മരണം നടന്നാൽ അവൻ്റെ ആത്മാവിന് അങ്ങോട്ട് പോകാൻ പറ്റൂല. അത് ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ട് നടക്കും. അത് ചിലപ്പോൾ അതേ രൂപത്തിൽ വരും. അങ്ങനെ കുറേ സിനിമകളും ഒക്കെ ആ രീതിയിലുണ്ടാവും. ഇത് പ്രേതമായി വെള്ള ഡ്രസ്സോ ഒക്കെ സാരിയൊക്കെ അണിഞ്ഞോ അല്ലെങ്കിൽ ഡ്രസ്സ് അണിഞ്ഞ് രാത്രി പ്രേതമായി ഇങ്ങനെ അത് അലഞ്ഞ് നടക്കും എന്നൊക്കെയുള്ള അന്ധവിശ്വാസമാണ്. റസൂൽ പറഞ്ഞു ഒലഹൂൽ, അങ്ങനത്തെ ഒരു പ്രേതം എന്നുള്ള പരിപാടിയല്ല, പ്രേതം എന്നുള്ളൊരു പരിപാടി തന്നെയല്ല. പിന്നെ റസൂൽ പറഞ്ഞ പോലെ നൗബ, ഈ വാരഫലം എന്ന് പറഞ്ഞ സംഗതി, വാരഫലം നക്ഷത്രഫലം ഒരു അന്ധവിശ്വാസമാണെന്നാണ് റസൂലുള്ളാ. ഇതൊക്കെ റസൂലുള്ളാ പറഞ്ഞാണല്ലോ. നമ്മൾ ആലോചിച്ചേക്ക് ഇപ്പോഴും നമ്മുടെ ഇടയില്ലല്ലോ. ഇന്ന ദിവസം ജനിച്ചാൽ അതിന് ഇന്ന ഗുണം ഉണ്ടാവും, ഇന്ന ദിവസമാണ് ജനിച്ചതെങ്കിലോ ആ ദിവസം ആ ആൾക്ക് മോശമാണ്. അങ്ങനെ ദിവസങ്ങൾ ഓൻ ജനിക്കുമ്പോൾ ഏത് നക്ഷത്രമാണെന്ന് നമ്മളെ നാട്ടിലല്ലാത്ത ഈ തെക്കേ കേരളത്തിൽ പോയാൽ തന്നെ അവിടുത്തെ മുസ്ലിങ്ങൾ വരെ എൻ്റെ നക്ഷത്രം ഏതാന്ന് പറയും. അവർ വരെ നോക്കും നക്ഷത്രം ഏതാണ്. ഹിന്ദു സുഹൃത്തുക്കളോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കി, അവർക്കൊക്കെ അവർ ജനിച്ച നക്ഷത്രം ഏതാണെന്ന് അറിയും. കാരണം ആ നക്ഷത്രത്തിനനുസരിച്ചാണ് അവരുടെ ഭാഗ്യവും നിർഭാഗ്യമൊക്കെ നിലനിൽക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. ആ ജാതി ഒരു അന്ധവിശ്വാസമില്ലാത്ത വളരെ വിശാലമായ ശരിയായ വിശ്വാസത്തോടു കൂടി ജീവിക്കേണ്ട ഒരു സമൂഹമാണ് നമ്മൾ മുസ്ലിങ്ങൾ. ഈ ജാതി മുഴുവൻ അന്ധവിശ്വാസങ്ങളും നമ്മൾ കൈയൊഴിയണം. അതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമാണ്. മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സകല അന്ധവിശ്വാസങ്ങളും ഒരു നിലക്കും ഇസ്ലാം മതത്തിൻ്റെ പിൻബലമില്ലാത്തൊരു സംഗതിയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, നമുക്ക് എന്ത് ദോഷം വരികയാണെങ്കിലും അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ അത് വരും. ചില ആളുകൾക്ക് ഒരു പരീക്ഷണമായി വരും, വേറെ ചില ആളുകൾക്ക് അതൊരു ശിക്ഷയായി ഒരു സമൂഹത്തിന് ഒന്നാകെ വരും. പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മരിക്കണതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ചില ഷോക്കുകൾ നൽകും. ആ ഷോക്ക് നൽകുന്നത് നിങ്ങൾക്കൊരു വീണ്ടും വിചാരം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതാണ് പിന്നെ വിശുദ്ധ ഖുർആൻ വല നുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. അവർക്ക് നമ്മൾ ചെറിയ ചില ശിക്ഷകളൊക്കെ നൽകും, വലുതല്ല. വലുത് പറഞ്ഞാൽ നരകത്തിൽ പോകുന്ന ശിക്ഷയാണല്ലോ. നരകത്തിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് ചെറിയ ചെറിയ ചില ശിക്ഷകളായിട്ട് അല്ലെങ്കിൽ ദോഷകരമായ സംഗതികൾ വരും. എന്തിനാണത്? ലഅല്ലഹും യർജിഊൻ, അവരൊന്നും മടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് സാധാരണ ജീവിച്ചു നോക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മൾ വളരെ സുഖമായി അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു അറ്റാക്കാണ് വന്നു. അറ്റാക്കാണ് വന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു മുന്നറിയിപ്പാണ് കേട്ടോ. ഈ പണ്ടത്തെ പോലെ ജീവിച്ചാൽ പോരാ, നമ്മൾ പോകാൻ അതിൻ്റെ ഇടയ്ക്ക് പഠിച്ചോര് അവസരം നൽകിയതാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ നന്നാകണം. ഒരു നമ്മൾ മടങ്ങാൻ വേണ്ടി നൽകുന്ന ഒരു സൂചനയാണ്. യഥാർത്ഥത്തിൽ നമുക്കൊരു രോഗമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുൻകൂട്ടി തന്നെ അറിഞ്ഞ് നമുക്കതിനെ പറ്റി, ഇപ്പോൾ ഈ ക്യാൻസർ എന്നുള്ള രോഗത്തിനെ പറ്റി എല്ലാവർക്കും വലിയ ബേജാറും കാര്യമാണ്. ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ അതൊരു വലിയ ഒരു നല്ല ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ക്യാൻസർ പോലത്തെ രോഗം വരുമ്പോൾ നല്ല നിലയ്ക്ക് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. കാരണം അവന് ശരിക്ക് അവൻ്റെ സമയം ഏകദേശം ഒരു അടുത്തിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം അവനുണ്ടാവും. പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോണതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു വേദനാജനകമാണത്. എന്തെല്ലാം ബാധ്യതകൾ ബാക്കിയാക്കിയായിരിക്കും പോകണത്. നേരെ മറിച്ചൊരു ക്യാൻസറാണെന്ന് ഒരു പരിശോധന അറിഞ്ഞാൽ ഓന് പല രീതിയിൽ ഓന് ഒരുങ്ങാൻ കഴിയും. അവന് പല ബാധ്യതകളില്ലേ, അവൻ്റെ കടബാധ്യതകളുണ്ട്, അവന് വേറെ കുറേ സംഗതികളുണ്ട്. ഇത്തരം സംഗതികൾക്കൊക്കെ അവന് ടൈം കിട്ടിയല്ലോ. പടച്ചോൻ ശരിക്കും അവന് സമയം നൽകി. ആ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ അത്തരം സംഗതികളൊക്കെ കാണുന്നത്. ജീവിതത്തിൽ നമുക്ക് വരുന്ന ഇത്തരം പെട്ടെന്ന് മരണത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്ന് തോന്നുന്ന രോഗങ്ങളുണ്ടോ? മരിക്കണമൊക്കെ പടച്ചോൻ തീരുമാനിക്കുന്ന സമയത്ത് മരിക്കും.
പക്ഷേ ഇത് മരണത്തിലേക്ക് പോകുന്ന രോഗമാണ്, മാരകമാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന സംഗതിയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. വെറും ശരീരം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പോകാനായികള് എന്ന ഒരു ബോധ്യവും അതിനനുസരിച്ച് നമ്മളൊരു ഒരുക്കവും നടത്തണം. അതിന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമാണ്, പടച്ചോൻ നൽകുന്ന വലിയൊരു അവസരമായിട്ടാണ് നമ്മൾ അത്തരം സംഗതികളൊക്കെ കാണുന്നത്. അല്ലാതെ കുറേ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിട്ട് ആ ദോഷം വരും ഈ ദോഷം വരും എന്നൊന്നും അങ്ങനെയൊന്നും നമ്മൾ ജീവിക്കേണ്ടവരല്ല. നമ്മളെപ്പോഴും വളരെ പോസിറ്റീവായി, നേരത്തെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്ത പോലെ മരിക്കുമെന്ന് പറഞ്ഞ് ക്യാമന്നാളാണ് നാളെ എന്നറിഞ്ഞാലും നിങ്ങളെ ഡ്യൂട്ടി ചെയ്യണം. നിങ്ങളെ കയ്യിലൊരു ചെടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കുഴിച്ചിടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അതതിൻ്റെ ആ സന്ദേശമാണ്. നമ്മൾക്ക് എന്തെന്നായാലും നമ്മളുടെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശരിയാക്കാനുള്ള ഒരു സൈനായിട്ട്, ഒരു അടയാളമായിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് പലപ്പോഴും ഇത്തരം സംഗതികൾ വരും. ധാരാളം സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട് ഇത്തരം ഈ കാര്യങ്ങൾ. വല്ല നുദീക്കന്നോ മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പലതും ഇത്തരം സംഗതികൾ വേണം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ലൈഫിൽ എങ്ങനെയാണ് എന്ന് ആലോചിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസകരമായ സംഗതിയൊക്കെ ഉണ്ടാകുമ്പം വരട്ടെ, ഇനിയും ഒന്നുകൂടി ഉഷാറായിട്ട്, ഏതായാലും പോകാനായിട്ട് ഇനിയൊന്ന് ഭംഗിയായിട്ട് ഉഷാറായിട്ടൊന്ന് ആസ്വദിക്കട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. പോകാനായിരുന്നു വല്ല മനസ്സിലും തോന്നി അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തുമ്പോൾ ബാധ്യതകളൊക്കെ കുറെ തീർക്കാണ്ട് എന്നും അതൊക്കെ ക്ലിയർ ആക്കണം എന്നുള്ളൊരു ചിന്തയാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.